ഞാനൊരു ടെമ്പററി ഫ്ലവർ ജഗ്, ഇത് ഫ്ലവർ ജഗ് അല്ല, ഇതും എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടൊന്നുമല്ല, വേറൊരാൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു പ്രിപ്പറേഷൻസും ഇല്ലാതെ, ഒരു പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു ഒരുപാട് ലാഗില്ലാതെ വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസമാണ്, അല്ല ഇന്ന് രാവിലെയാണ് എനിക്കൊരു ഐഡിയ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്താലോ എന്ന്. പിന്നെ ഈവനിങ് നോക്കിയപ്പോൾ വേറെ പണിയൊന്നുമില്ല, ഇന്ന് ഫ്രീ ആണ്, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല, സോ ഐ എം ഫ്രീ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് അനിയൻ്റെ മണാലി ട്രിപ്പിന് ശേഷം വരുന്ന വഴിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് ലൈക്ക് നമുക്ക് അത് എക്സൈറ്റിംഗ് ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നതിന് ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഇട്ടിരിക്കുന്ന ഫസ്റ്റ് ഔട്ട്ഫിറ്റ് തന്നെയാണ് അവൻ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നത്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഇത് ഡൽഹിയിൽ നിന്നാണ് വാങ്ങിച്ചത്, സരോജിനി നഗറിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഒരു വൈറ്റ് ടോപ്പ് കൊണ്ട് ഇത് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആസ് യു ക്യാൻ സീ. जा रांझण तू भी क्या याद रखेगा, जाहिर ने तेनू छोड़ दिया। जा रांझण तू भी क्या याद रखेगा. അടുത്തതൊരു ഫുൾ ലെങ്ത് മിഡിയാണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആസ് ഐ ഓൾറെഡി സെറ്റ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കർട്ടാണ്. ഇറ്റ് ഈസ് ഇൻ ക്രീം കളറിൽ ഒരു റെഡ് ഫ്ലവേഴ്സ് അടുത്ത് വരുന്ന കാണുമ്പോൾ ഇറ്റ്സ് വെരി പ്രിറ്റി. പക്ഷേ ഇതെനിക്കല്ല, അമ്മയ്ക്കാണ് അവൻ വാങ്ങിച്ചത്. ആൻഡ് ഞാനൊന്ന് കുറച്ച് എൻ്റെ ഫ്രെയിം ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇട്ട് കാണിക്കാനൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒരു ഷർട്ടും കൂടി വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ശരി, എനിക്ക് വൈറ്റ് ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്, വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളെ വൈറ്റിനോട് ഭയങ്കര ഒരു പ്രണയമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതൊരു ആക്ച്വലി പക്ക ഒരു ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു അടിപൊളി ഷർട്ടാണ്. എനിക്കിതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഡൽഹിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് വന്നത്. ഇതിന് ലൈക്ക് 200 അത്ര എന്തോ ഭയങ്കര ചീപ്പ് റേറ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഊട്ടിയിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചിട്ട് വന്ന ഊട്ടി പോവാണ് ഗൈസ്. ഇങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനൊരു ടെമ്പററി ഫ്ലവർ ജഗ്, ഇത് ഫ്ലവർ ജഗ് അല്ല, ഇതെൻ്റെ നമുക്ക് ഇങ്ങനെ പ്രസൻറ്റേഷൻ വീട് പെരകർ താമസത്തിന് ആരും കൊണ്ടുവന്നൊരു ജഗ്. ആർക്കും വേണ്ടാണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ടെഡി ബിയറാണ് ഗൈസ്. ഈ ടെഡി ബിയറിനൊരു സ്റ്റോറി ഉണ്ട്. 12th പഠിക്കുമ്പോൾ എന്നെ കൂട്ടാതെ എൻ്റെ പേരൻസും എൻ്റെ അനിയനും എല്ലാവരും ഫാമിലി എല്ലാവരും കൂടി ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ പോവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പഠിപ്പായിരുന്നു ആ ടൈമിൽ. അപ്പോൾ എക്സാം എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ഐ വാസ് വെരി പഠിപ്പീസ്. അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയില്ല. അപ്പം എനിക്ക് പോയിട്ട് വരുന്ന ടൈമിൽ അവർ വാങ്ങിയിട്ട് വന്നതാണ്. അന്ന് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ അത് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇറ്റ്സ് ക്യൂട്ട് നാ, വെരി ക്യൂട്ട്. പക്ഷെ ഞാനിപ്പോഴും എനിക്കിഷ്ടമാണ്. ദെൻ ബാക്ക് ടു വാച്ച് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പിള്ളേരുണ്ട്. പിന്നെ വാങ്ങിയിട്ട് വന്നത് ഇതാ ഇങ്ങനത്തെ ഒരു ചെയിനാണ്, മാലയാണ് ആക്ച്വലി. ഇത് ബീഡ്സ് എല്ലാം ഒരു വുഡൻ മെറ്റീരിയലാണ്. ആൻഡ് ഇത് വലിയൊരു ലോക്കറ്റ് വരുന്നത് ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇതും എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടൊന്നുമല്ല, വേറൊരാൾ പറഞ്ഞിട്ട് അവൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എന്തിനാണ് അവൻ ഇത് വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ്സ് കൈൻഡ് അല്ലേ, അങ്ങനത്തെ കുറച്ച് പ്രാമ്പൊക്കെ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. കാരണം ഈ വീഡിയോ ഇത്രയും ഒരു ടുവേർഡ്സ് ദ എൻഡ് കണ്ടിരിക്കാൻ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്രയും കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്കൊന്നും അറിയത്തില്ല.
പക്ഷെ ഇത്രയും നേരം എന്നെ സഹിച്ച മീൻസ് വീഡിയോ കാണാൻ നിങ്ങളുടെ ഒരു സന്മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.